Hallelujah. Stotram, 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 stotram. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah. Stotram, 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 stotram. Glory to God, glory to God, glory to God, glory to God. Hallelujah. Oh Jesus, we praise you, Master. We praise you, Master. We praise you, Master. Hallelujah. Stotramappa, 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 stotramappa. Glory to God, glory to God, glory to God. Hallelujah. യേശുവിന്റെ കൃപ, യേശുവിന്റെ കൃപ, യേശുവിന്റെ കൃപ, യേശുവിന്റെ കൃപ. Glory to God, glory to God. Shataraba katurivala, shataraba. Hallelujah. Andal prouda rikabala gataga shikabara gatura prouchakato rikabala rikabala gataga charam. Arthachala prouchakato rikabala rikabala gataga shato rikabantala rikabala gataga charam. Oh Kartave stotram, 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 stotram. Hallelujah. Glory to God, glory to God. Hallelujah. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവമക്കൾക്കും വീണ്ടും മറന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. എൻ ടൈം റിവൈവൽ എന്ന ഫേസ്ബുക്ക് പേജിലൂടെ കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കുവാൻ ഇന്ന് രാത്രികാലം യേശപ്പച്ചൻ എന്റെ ജീവിതത്തിൽ തന്ന വലിയ സാവകാശത്തിനായി എന്റെ കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. ദൈവമായിരിക്കുന്ന കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓ ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രമപ്പ. എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. ശംദുന റഗൽ കനാദിയ ഓ റീകബാല ശംദൽ കനാദുന റികമന ഘടകക്ഷാരം ഉടകൾ പ്രൗഢഭക്ഷികാന്തല റികമന ഘടകതിയാര. കർത്താവെ നിന്റെ സാന്നിധ്യം, നിന്റെ വിടുതലുകൾ, നിന്റെ കരം, കർത്താവെ നിന്റെ അത്ഭുതത്തിന്റെ ശക്തി മക്കളുടെ ജീവിതത്തിൽ ഇപ്പോൾ വെളിപ്പെട്ടു വരേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്ന പച്ച. മിനി ജോണിനായി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ കരം ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവെ സ്തോത്രമപ്പ. ഓ ഉടബല റികബല ഘടക ശതല. മിനി ജോൺ, ദൈവാത്മാവ് പറയുന്നു, നീ ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ഉടബൽക്കരാതുന റിവക്ഷസ്യാരം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ഉടബല ശംദലവ അതെ ആർപ്പോട് കൊയ്യും എന്നതുപോലെ ഉടബല ശംദൽപ്പുട നിങ്ങളുടെ ജീവിതത്തിൽ ആർപ്പിന്റെ ഒരു അനുഭവം മുന്നിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ഉടബര ഹംദന റഗൽക്കനക ശതുൽക്കരാധന റിവക്ഷസ്യ. യെസ്, ബേസിൽ എലിയാസിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മീയമായി വളരുവാൻ ആഗ്രഹിക്കുന്നല്ലോ. കർത്താവെ സ്തോത്രമപ്പച്ച. കർത്താവെ സ്തോത്രം. ആത്മീയമായിട്ട് വളരുവാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവെ സ്തോത്രമപ്പച്ച. അകത്തെ മനുഷ്യൻ ബലപ്പെടുത്തണമേ. കർത്താവെ സ്തോത്രമപ്പച്ച. യേശുവിന്റെ കർത്താവെ വേലയിലെല്ലാം കർത്താവ് മകനെ ബലപ്പെടുത്തണമേ, ഉപയോഗിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഊടബാല ഹംദൽ കനാദുന റിവക്ഷസ്യാരം അർത്ഥപ്രോഡ. എസ് ബേസിൽ ദൈവാത്മാവ് പറയുന്നു, ഒരു ഉടബല വിളി നിങ്ങളുടെ മേലുണ്ട്. ഒരു മോശയുടെ വിളി നിങ്ങളുടെ മേലുണ്ട്. ഉടബല ഹംദന റിഗൽ കനാദിയ. അർത്ഥപ്രോഡ. പോകാത്ത പട്ടണം, ദേശം കർത്താവ് നിന്നെ കൊണ്ടുപോകും. ഉടമാ രഗൽ പ്രൗഢവ ശിഖന്തല റിഗമന ഘടകതിയ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കർത്താവ് നിന്നെ കണ്ടിരിക്കുന്നുവെന്ന് ബേസിൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു. ഉടമാ രഗൽ പ്രൗഢവ ശംദൽ പ്രൗഢമന ഘടക. ഓ റീക്കൽ. ഇതുവരെ കാണാത്ത ചില ദൈവ പ്രവർത്തി
പ്രവർത്തികൾ ഉടബല സഹോദര നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തെടുക്കുമെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. കർത്താവെ, ഷീജ സിബിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം, നിന്റെ കരം ചലിക്കണമേ, അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്യണമേ. കമന്റ് ചെയ്യുന്ന ഓരോ മക്കളെയും ഇന്ന് രാത്രികാലം ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉടമ രകൽക്കനാദന പ്രൗക്ഷസ്യാരം അസ്തപ്രൗഢ റീകപാലവ ശംദൽക്കനാദുനവ. ഓ ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നു. ചില മക്കളുടെ ജീവിതത്തിൽ ശൂന്യമായിരിക്കുന്ന ചില അവസ്ഥകളെ കർത്താവ് നിറയ്ക്കുവാൻ പോകുകയാണ്. യെസ്, ഉടവൽക്കര ബിജു വർഗീസിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ കരം ചലിക്കണമേ. ഉടവ രകൽക്കനാദന അസ്തച്ചാല പ്രൗക്ഷസി കാന്തല റികവന ഘടകച്ചാരം ഓ റീകമാലവ ശബ്ദുൽ പ്രൗഢ റികവനക. ഉടവല ബിജു വർഗീസ്, ദൈവാത്മാ പറയുന്നു, ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിങ്ങളുടെ തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രയുള്ള പദ്ധതി. ഉടബല ശംദൽ പ്രൗഢവ, ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള പ്ലാൻ അത് വലുതത്രയെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. ഉടബര ഹംദൽ പ്രൗഢവ ശത്തൽ പ്രൗഢവ, ഒരുപോതും കർത്താവ് കൈവിടത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. ഉടബല ശംദൽ പ്രൗഢ റികവന ഘടകച്ചാര ഓ റീകല, നിങ്ങളുടെ കുടുംബത്തിനൊരു പില്ലറാക്കി കർത്താവ് നിങ്ങളെ മാറ്റുമെന്ന് പരിശുദ്ധാത്മാവ് ആ ബ്രദറിനോട് വിളിച്ചു പറയുകയാണ്. യെസ്, ഉടമ രകൽക്കനാദിയ, കർത്താവെ എനിക്കായി പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന എല്ലാ മക്കളെയും ഇന്ന് രാത്രികാലം ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ, വിടുവിക്കുന്ന ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഉടവാര ഹന്തന റകൽക്കനാദിയ അൽക്കമന ദുരാമന ശബ്ദൽക്കനാദുന റികവന ഘടകച്ചാരം. ഓ ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. നിന്റെ സാന്നിധ്യം ഇപ്പോൾ ഓരോ മക്കളുടെ ജീവിതത്തിലും അത് ചലിക്കട്ടെ കർത്താവെ. ഉടവര ഹന്തന റകൽക്കനാദിയ ഓ റീകമാലവ ശബ്ദൽ പ്രൗഢ റികവന ഘടകച്ചാരം ഉടകൽ പ്രൗഢവ ശികാന്തല റികവന ഘടക ശബ്ദൽ കമാന റികവന ഘടകച്ചാരം. ദൈവത്തിന്റെ ആത്മാവ് ഉടവല ജനത്തോട് വിളിച്ചു പറയുന്നത്, എസ്തേർ പ്രാർത്ഥിച്ചപ്പോൾ രാജാവിന്റെ ചെങ്കോൽ എസ്തേറിന്റെ മേൽ നീട്ടുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുകയാ, ഉടബല റികവന ഘടക ശബ്ദല, ദൈവസന്നിധിയിൽ ഈ നാളുകളിൽ പ്രാർത്ഥനയിൽ ജാഗരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഉടബല സ്വർഗീയ ദൈവത്തിന്റെ ചെങ്കോൽ നിന്റെ മേൽ നീട്ടുന്ന നാളുകൾ മുന്നിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ഓ ശബ്ദൽ കനാദുന റിബക്ഷസ്യ. യെസ്, ഉടബല ഷൈജു, യെസ് ഷൈജു മാത്യുവിനായി പ്രാർത്ഥിക്കുന്നു. യെസ്, ഗ്ലോറി ടു ഗോഡ്. യേശുവിന്റെ കരം ചലിച്ചാട്ടെ, യേശുവിന്റെ കരം ചലിച്ചാട്ടെ. ഉടബര ഹത്തുന റികൽ കനാദന റിബക്ഷസ്യ, ഒരു വലിയ ആത്മ പകർച്ചയുടെ ഓ അഭിഷേകം ഉടബല ശതല ഷൈജു മാത്യു ദൈവം നിന്റെ മേൽ പകരുമെന്ന് ദൈവാത്മാവ് ഇടപെട്ടതും. യെസ്, ഉടബല കതോരിക്ക മാന്തന, അതിരുകളെ കർത്താവ് വിശാലപ്പെടുത്തും. ഓ റീകബല വശത്തല ഷൈജു മാത്യു ദൈവാത്മാവ് പറയുന്നു, കർത്താവ് നിന്റെ അതിരുകളെ വിശാലപ്പെടുത്തും. ഉടബല ശംദൽ കനാതുരവ, മലയിലിരിക്കുന്ന ഒരു പട്ടണം പോലെ ഉടബല ശത്തല ലോകത്തിന്റെ വെളിച്ചമാക്കി ഓ റബബ കർത്താവ് നിന്നെ നടത്തുമെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. ഉടബൽ കരാതുന പ്രൗക്ഷസ്യാര അർത്ഥപ്രൗഢമന ഘടകച്ചാര, ഉന്നതമായ ചില വരുമാന മണ്ഡലത്തിൽ കർത്താവ് നിന്നെ ഉയർത്തുമെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. ഉടബ രകൽക്കന ശതലവ, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി അത് വ്യാപരിക്കട്ടെ. ഇപ്പോൾ കർത്താവെ, വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ആത്മാവിന്റെ ശക്തി അത് വ്യാപരിക്കട്ടപ്പ. ഉടബാര ശംദൽ കനാദുന റികവന ഘടകച്ചാരം ഓ റീക ബാബാ ബാബാ, ആത്മാവിന്റെ തീ കത്തട്ടെ, ആത്മാവിന്റെ തീ കത്തട്ടെ. ഓ റിബി കന്തുരവ ശംദൽ പ്രോഡ. ദൈവത്തിന്റെ ആത്മാവ് ജനത്തോട് ഇപ്രകാരം വിളിച്ചു പറയുന്നത്, പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ ഉയരുന്നുവെങ്കിൽ ഒരു പേഴ്സണൽ പ്രയർ ഓ നിന്റെ ഹൃദയത്തിന്റെ അകത്തുനിന്നും ഈ ദിവസങ്ങളിൽ ഉയരുന്നുവെങ്കിൽ ഓ റിബാലബ, ദൈവം നിന്റെ ജീവിതത്തിൽ ചില വലിയ ദൈവ പ്രവർത്തികൾ അത് ചെയ്തെടുക്കുമെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. ഉടബ രകൽ കനാദന പ്രൗക്ഷസ്യാര, കർത്താവെ സ്തോത്രമപ്പച്ച, എനിക്കായി പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന എല്ലാ മക്കളെയും ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. യെസ്, ഉടബ രകൽ ഫ്ലോറ, യെസ് ഫ്ലോറയ്ക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. യെസ്, യേശുവിന്റെ കരം ഫ്ലോറാമേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉടബല ഹംദൽ പ്രൗഢ റികല ഓ റീക്കൽ പ്രൗഢവ ശബ്ദല ഫ്ലോറ. ദൈവാത്മാവ് പറയുകയാണ്, മുട്ടോളമല്ല അരിയോളമല്ല, നീന്തിയിട്ട് കടപ്പാൻ വയ്യാത്തൊരാത്മ നദിയിലേക്ക് ഓ കർത്താവ് നിന്നെ ഇറക്കും. ഉടവര ഹതോരിക്ക മാന്തല റികവന ഘടകച്ചാര ഓ റീക്കമാലവ, നിന്നെ കുറിച്ച് ദൈവം ഉടവല പ്ലാൻ ചെയ്തിരിക്കുന്ന പ്ലാനുകൾ നിന്റെ ചിന്തകൾക്കപ്പുറത്തത്രേ. ഓ റിബാല ശബ്ദൽ പ്രൗഢവനവ ഓ റീക്കല, വലിയ ദൈവ പ്രവർത്തികൾ നിന്റെ ജീവിതത്തിൽ അത് വെളിപ്പെട്ടു വരുമെന്ന് ദൈവാത്മാവ് ആലോചന പറയുന്നു. യെസ്, ഉടമ രകൽ കനാദിയാര, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ദൈവ പ്രവർത്തികൾ അത് വെളിപ്പെട്ട് വരട്ടെ.
ഓ ഗ്ലോറി ടു ഗോഡ്, ഓ ഗ്ലോറി ടു ഗോഡ്. ശംദൽ കനാദന പ്രൗഢസ്യ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന എല്ലാ മക്കളെയും ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉടബല ശംദല, ചില ഹെൽത്ത് ഇഷ്യൂ, ഉടബല ശാരീരികമായി ചില അസ്വസ്ഥതകളാൽ ഭാരപ്പെടുന്ന ചില മക്കൾ ഇതിന്റെ അകത്തുണ്ട്. ദൈവാത്മാവ് പറയുന്നു, കർത്താവ് നിന്നെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരാലുള്ള സൗഖ്യം കർത്താവ് നിന്നെ തന്ന് വഴി നടത്തുമെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. ഓ റംദൽ കനാദിയാന അർക്കന ദുരമന ഘടക ശബ്ദൽ കനാദുന റിവക്ഷസ്യാര. ഓ ഗ്ലോറി ടു ഗോഡ്. ഓ റീക്കമാലവ ശംദൽ പ്രൂഢ. പരിശുദ്ധാത്മാവ് ഒരു ദൂത് വിളിച്ചു പറയുന്നു, ഓ ഹല്ലേലൂയ. അതെ, അവന്റെ വടിയും കോലും എന്നെ തേറ്റും, അവന്റെ വടിയും കോലും എന്നെ തേറ്റും. ആടുകൾക്ക് കൊടുക്കുവാൻ വേണ്ടി ഹല്ലേലൂയ ഇടയൻ അതെ വടിയും കോലും ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വടിയും കോലും ഇടയൻ ഉപയോഗിക്കുവാനിടയായിത്തീരും. നമുക്കറിയാം, ആ കോല് നീട്ടിയിട്ട് ഹല്ലേലൂയ അത് മരത്തിലിരിക്കുന്ന ഇലകളെ പറിച്ചു കൊടുക്കും. ഉടബല ശംദൽ പ്രൂഢവ. അത് ഒരു നല്ല ഇടയന്റെ ലക്ഷണമാണ്. ദൈവാത്മാവെന്നെ കാണിക്കുന്നു, കർത്താവ് നിനക്ക് നല്ല ഇടയനാ. നിനക്ക് വേണ്ടി ചിലത് കർത്താവ് ഒരുക്കി തരും. ചില നന്മകളെ കർത്താവ് ഒരുക്കി തരും. ഉടബല ശംദൽ പ്രൗഢവ. നിനക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. ഉടബല ശബ്ദല. ചില വാതിലുകളെ കർത്താവ് തുറക്കും. നന്മയുടെ വാതിലുകളെ കർത്താവ് തുറക്കും. ഉടബല ശബ്ദല. നന്മയും കൃപയും ജീവനുള്ള നാൾക്കൾ നിന്നെ തുടരുമെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. ഉടവാ രകൽക്കനാദന റിബക്ഷസ്യാരം അർത്ഥപ്രൗഢ റീകമാലവ ശംദൽ പ്രൗഢ റികവന ഘടകച്ചാര. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഉടബല ശംദൽ പ്രൗഢമന ഘടകസ്യാല. ചില കുടുംബങ്ങളുടെ അകത്തളങ്ങളിലേക്ക് യേശുവിന്റെ വലിയ ശക്തി കടന്നു വരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ചില ഇരുളിന്റെ ശക്തികൾ ചില കുടുംബങ്ങളെ വിട്ട് ഓടിപ്പോകുകയാണ്. ഓ ചില തലമുറകളെ വിട്ട് ചില അന്ധകാര ശക്തികൾ ഓടിപ്പോകുകയാണ്. ഉടബല ശംദൽ പ്രൗഢവ. ചില കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ ദൈവിക വിടുതലുകൾ അത് വെളിപ്പെട്ടു വരുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ഓ റീകബബ ശംദൽ കനാദന പ്രൗഢസ്യാര. ഉടകൽ പ്രൗഢവ. വലിയ ചില റെസ്പോൺസിബിലിറ്റികളിൽ ചില മക്കളെ കർത്താവ് ഉയർത്തുവാൻ പദ്ധതിയുണ്ട്. ഉടബല ശബ്ദല. ദൈവാത്മാവ് ചില മക്കളോട് പറയുന്നു, ദോഷമായിട്ടൊന്നും കർത്താവ് നിന്നോട് ചെയ്യത്തില്ല. ഓ റിബ ശംദൽ കനാദുന റിബക്ഷസ്യ. കർത്താവ് നിന്നെ കൈവിടത്തില്ല, നിന്നെ ഉപേക്ഷിക്കത്തില്ല. ചില മക്കളുടെ ജീവിതത്തിൽ കയ്പിന്റെ അനുഭവങ്ങളെ കർത്താവ് മധുരമാക്കി മാറ്റുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയട്ടെ. ഉടബല ശംദല. ഈ വർഷത്തെ നന്മകളാൽ നിറയ്ക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ചില മക്കളുടെ ജീവിതത്തിൽ ഈ വർഷം ഒരു അനുഗ്രഹത്തിന്റെ വർഷമാക്കി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രാർത്ഥിച്ച് കയറിപ്പൊക്കോണം, പ്രാർത്ഥിച്ച് ജയമെടുത്തോണം, പേഴ്സണലായി പ്രാർത്ഥിച്ചോണം, കൂട്ടായ്മയായി പ്രാർത്ഥിച്ചോണം. ആ പ്രാർത്ഥന ചില നന്മകളും ചില അനുഗ്രഹങ്ങളും നിങ്ങളെ തേടി വരുമെന്ന് ആത്മാവ് ആലോചന പറയുകയാണ്. ജൂഡ മാന റീബൽ ഖാന. യേശുവിന്റെ നാമത്തില് അത്ഭുതത്തിന്റെ കരമത് ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഉടബല ശബ്ദല. ചില മക്കളുടെ പൊസിഷൻ ഹൈയാകാൻ പോവുക. ചില സീനിയർ പൊസിഷനുകളിൽ ചില മക്കളെ കർത്താവ് ഉയർത്താൻ പോവുക. യെസ് ഉടമ രകൽക്കനാദിയാര അർത്ഥപ്രൗഢ റീകമാലവ ശബ്ദൽ പ്രൗഢ റികവന ഘടക. ചില കടഭാരത്താൽ ഭാരപ്പെടുന്ന മക്കളുടെ ആ കടഭാരങ്ങൾ അത് മാറിപ്പോകുമെന്ന് ദൈവാത്മാവ് ആലോചന പറയുന്നു. ഉടബൽ കരവ. ചിലർ സ്ഥലം വാങ്ങുന്നത് പോലെ, ഉടബല ശബ്ദല. ചില മക്കൾ വീട് പണിയുന്നത് പോലെ ഒക്കെയും വാതിലുകൾ കർത്താവ് തുറന്നു തരുമെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. ഉടബ രഗത്തുന റമക്ഷസ്യാര. ഉടബൽ പിരിഞ്ഞുപോയ ചില കുടുംബ ജീവിതങ്ങളെ ഒരുമിപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. യെസ് ഉടമ രഗൽക്കനാദിയാര അൽക്കവന ദുരാജന പ്രൗക്ഷസ്യാര. ഉടബൽ വിദേശത്തേക്ക് വേണ്ടി പോകുവാൻ വേണ്ടി ഉടബല ശബ്ദലവ. അതേ കാത്തിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ചില മക്കൾക്ക് വിദേശപരമായ വാതിലുകൾ തുറക്കപ്പെടുമെന്ന് ആത്മാവ് ആലോചന പറയുന്നു. ഓ റീതന ശതന അൽക്കന ദുരാമന ശതൽ കനാദുര മനഘടഗതിയാര. ഓ റീകമാലവ. ചില ദിവസങ്ങൾ ചില മക്കളോട് ദൈവാത്മാവ് പറയുന്നു, ചില ദിവസങ്ങൾ വേർതിരിച്ച് പ്രാർത്ഥിക്കട്ടെ. ചില വിഷയങ്ങളുടെ മറുപടിക്ക് വേണ്ടി പേഴ്സണലായിട്ട് ചില ദിവസങ്ങൾ വേർതിരിച്ച് പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് പറയുന്നു. എസ്തർ 3 ദിവസം പ്രാർത്ഥിച്ചു, ദാനിയേൽ 21 ദിവസം പ്രാർത്ഥിച്ചു. അതുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ ചില ദിവസങ്ങൾ വേർതിരിച്ച് പ്രാർത്ഥിക്കട്ടെ. വലിയ ദൈവ
ദൈവപ്രവർത്തികൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുമെന്ന് ദൈവാത്മാവ് ചില മക്കളോട് ദൂത് വിളിച്ചു പറയുകയാണ്. അന്തർക്കനാതുന റിബക്ഷസ്യ, മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. എക്സാം എഴുതാൻ പോകുന്ന മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എക്സാമിനൊരു ജയത്തെ കർത്താവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലിക്കായി പ്രാർത്ഥിക്കുന്ന മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജോലി കർത്താവ് കൊടുക്കണമേ. ഓ കർത്താവെ, ഫേബ, ഓ റിബല ശതല ഫേബ ജോണിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ കരം ചലിക്കണം. യെസ് ഉഡാ മന റിഗൽ കനാദിയ അൽകമന ദുരാജന പ്രൗഢസ്യാരം ഓ റീകമാലവ ശബ്ദൽ പ്രൗഢ റികമന ഘടകച്ചാര ഓ റീക്കൽ പ്രൗഢമനക ഫേബ ജോൺ. ദൈവാത്മാവ് പറയുന്നു, ഒരു പ്രാർത്ഥന വീരിയാക്കി കർത്താവ് നിന്നെ മാറ്റും. ഉടമ രഗൽ കനാദന പ്രൗഢസ്യാര ഉഡാന്തല കതോരി കമാന്തല റികമനക, നിന്റെ പാത്രം നിറഞ്ഞു കവിയും. ഓ റീകമാലവ ശബ്ദൽ പ്രൗഢ മനഘടകതിയാര അർത്ഥപ്രൗഢവ യബ്ബേസിന്റെ അതിരുകളെ വിശാലപ്പെടുത്തിയതുപോലെ ഫേബ, ദൈവാത്മാവ് പറയുന്നു, നിന്റെ അതിരുകളെ കർത്താവ് വിശാലപ്പെടുത്തും. ഓ റീക്കൽ പ്രൗഢ, അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ മകളെ ഉടബല നിന്റെ മുമ്പിൽ ദൈവം തുറക്കുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന ഫേബയോട് വിളിച്ചു പറയുകയാണ്. ഉടബല ഹതോരി കമാന്തര റികമന ഘടകച്ചാര ഓ റീക്ക ബാബാ ബാബാ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇപ്പോൾ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടപ്പ, ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഓ റീക്ക ബാലവ ശബ്ദല, ആർക്കോ ഒരു ത്രോട്ട് പെയിൻ കർത്താവ് സൗഖ്യമാക്കുന്നു. റംതുന റമൽ കനാദിയ അൽകബന ധുരമന ശംദൽ കനാദുര റിബന ഘടകച്ചാല. ചില നഷ്ടങ്ങൾ, ചില മക്കൾക്ക് ചില നഷ്ടങ്ങൾ സംഭവിച്ചു. കഴിഞ്ഞകാല ജീവിതത്തില് ചില നഷ്ടങ്ങളുടെ ഉടവല ആകെ തുകയുമായി ഭാരപ്പെട്ടിരിക്കുന്ന ചില മക്കളുണ്ട്. ദൈവാത്മാവ് പറയുന്നു, നിന്റെ നഷ്ടങ്ങളെ കർത്താവ് ലാഭമാക്കി മാറ്റും. ഓ റിബാല ശംദൽ കനാദുന റിമക്ഷസ്യ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ സ്തോത്രമപ്പ, സണ്ണിനായി പ്രാർത്ഥിക്കുന്നു, ഹസ്ബൻഡിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ കരം ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ഓരോ മക്കളെയും ഇന്ന് രാത്രികാലം ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കട്ടെ. ഊടാവാര ദീപാര, ആത്മാവിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി, വിടുതലിന്റെ ശക്തി കർത്താവേ ഇന്ന് രാത്രികാലം വെളിപ്പെട്ട് വരണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച, അത്ഭുതത്തിന്റെ കരം ചലിക്കണമേ. തടസ്സങ്ങളെല്ലാം എന്റെ കർത്താവ് എടുത്തു മാറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പച്ച. ഉടബല ശബ്ദ എക്സാം എഴുതുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. എക്സാമിൽ ഒരു ജയത്തെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഓ റംതു നബ ശംദൽ കനാദുര റികബന ഘടകച്ചാരം. ഓ ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ചില ഉടകല ബാഡ് ഹാബിറ്റ്സുകള് ചില മക്കൾക്ക്, അതേ ചില ഉടബല ശതല വ്യക്തി ജീവിതങ്ങൾക്ക് ചില ബാഡ് ഹാബിറ്റ്സുകൾ വിടാൻ പറ്റുന്നില്ല. എന്നാൽ ദൈവാത്മാവ് പറയുകയാണ്, അതൊക്കെ വിടുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം നിന്നെ മാറ്റാൻ പോകുക. ചില മക്കൾ ചില ബാഡ് ഹാബിറ്റ്സുകളൊക്കെ വിട്ട് അധികമായി കർത്താവിനോട് അടുത്തു വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദർശനം ഞാൻ ആത്മാവിൽ കാണുകയാണ്. യെസ് ഉടമ രഗൽ കനാദിയ അർത്ഥച്ചാല പ്രൗഢസ്യാര ഓ റീകബാലവ. എന്റെ തലമുറ എന്റെ പറയുന്ന വാക്ക് കേൾക്കുന്നില്ല, ഉടമല എന്റെ വാക്കുകളെ അനുസരിക്കുന്നില്ല എന്ന് ഭാരപ്പെടുന്നതായ ഒരു വ്യക്തിയോട് ദൈവാത്മാവ് പറയുന്നു, നീ പ്രാർത്ഥിക്കുക, നിന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കണ്ടിന്യായി പ്രാർത്ഥിക്കുക. ചില വ്യത്യാസങ്ങൾ അത് വെളിപ്പെടുമെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. ഓ റാംതുനവ ശംദൽ കനാദുന റിബക്ഷസ്യാര ഓ റീകബാലവ ശബ്ദലബ. ആ കേസിനായി പ്രാർത്ഥിക്കുന്നു. ഒരു ജയം കർത്താവ് കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രമപ്പ, ഹല്ലേലൂയ. ഉടമ രഗൽപ്പുട, ശരീരത്തിൽ ചൊറിച്ചിലുകൾ പോലെ ചൊറിച്ചിലുകൾ ആർക്കോ ഒരാൾക്ക് കർത്താവ് സൗഖ്യമാക്കുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നു. ഉഡാന്തല രഗൽക്കന ധ്യാന പ്രൗഢസ്യാര അന്തൽക്കാനം ദൂരച്ചാനം പ്രൗഢസ്യാര ഉടബല ശത്തലഭ. വിദേശത്തായിരിക്കുന്ന ഉടബല തലമുറയ്ക്ക് വേണ്ടി ആരോ ഉടബല ശത്തല പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവാത്മാവ് പറയുന്നു, വിദേശത്തായിരിക്കുന്ന തലമുറയ്ക്ക് ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ കൂടെയുണ്ട്, ഒരു വിടുതൽ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ഉഡാന്തല റഗൽ പ്രൗഢ അസ്തച്ചാല, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഷൈജു ജോസഫിനെ ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ കരം ചലിച്ചാട്ടെ. ഓ റിബല, ഒരു സ്റ്റെപ്പ് ലാഡർ മുകളിലോട്ട് കയറി 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 പോകുന്നത് പോലെ ഷൈജു ജോസഫ്, ദൈവാത്മാവ് പറയുന്നു, അർഹതയില്ലാത്ത ചില മണ്ഡലങ്ങളിൽ കർത്താവ് നിന്നെ ഉയർത്തി മാനിക്കുമെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. ഒരു പഴയ ബുക്ക് മാറ്റിവെച്ചിട്ട് ഒരു പുതിയ ബുക്ക് ഓപ്പൺ ചെയ്യുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ പുതിയത് ചിലത് ഓപ്പൺ ആകുമെന്ന് ദൈവാത്മാവ് യെസ് ഷൈജു ജോസഫിനോട് ദൈവാത്മാവ് ഇടപെടുന്നു. യെസ് ഉഡാംതല റഗൽ പ്രൗഢ ഓ റീകബല. കാർമേഘം മാറി ആകാശം തെളിഞ്ഞു വരുന്നത് പോലെ മകനെ നിന്റെ ജീവിതത്തിൽ ഉടബല ശബ്ദ സകലതും ഒരു തെളിഞ്ഞ അനുഭവത്തിലേക്ക് ദൈവം മാറ്റുമെന്ന് ദൈവാത്മാവ് ആലോചന പറയട്ടെ. യെസ് 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 ഉടബല ശബ്ദ. എനിക്കായി പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ഓരോ മക്കളെയും ഞാൻ ഇപ്പോൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ കരം ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്യുന്ന ദൈവത്തിന്റെ
ദൈവത്തിന്റെ കരം ചലിക്കണമേ. മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ്. രോഗാവസ്ഥയിൽ ഭാരപ്പെടുന്ന മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ സൗഖ്യത്തിന്റെ ശക്തി, വിടുവിക്കുന്ന ശക്തി അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ വെളിപ്പെട്ടു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ കരം ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓ റിബികന്തരവോ, ശരീരത്തിൽ ചില സ്വെല്ലിങ്ങിനാൽ ഭാരപ്പെടുന്നു. ഉടബല ശത്തല ഉടവ, നീര് വന്നതുപോലെ കർത്താവ് സൗഖ്യമാക്കുന്നത് കർത്താവ് കാണിക്കുകയാ. ഉടാംതല റഗൽക്കനാദിയ അൽക്കപ്രൗഢവ, പിന്നെയും പരിശുദ്ധാത്മാവ് ചില ബാഡ് ഹാബിറ്റ്സുകൾ ചില മക്കളെ വിട്ട് മാറിപ്പോകുന്നത് കർത്താവ് എന്നെ കാണിക്കുക. യെസ്, ഉടാംതല റിഗൽ പ്രൗഢ മനഘടഗതിയ. ഓ ദൈവാത്മാവ് ഇപ്രകാരം വിളിച്ചു പറയുക, ചില ചതി കുഴികളിൽ പെടുത്തുവാൻ ഉടവല ശത്രുവിന്റെ തന്ത്രങ്ങളുണ്ട്. വെരി കെയർഫുൾ ആയിരിക്കണം. പരീക്ഷയിൽ അകപ്പെട്ടു പോകാതിരിപ്പാൻ ഉണർന്നു പ്രാർത്ഥിക്കുക എന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. ഉടവര ഹന്തന റഗൽക്കനാദിയ. ജോബ് കിട്ടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ കരം ചലിക്കണം. ആ മകനൊരു നല്ല ജോലി ഉണ്ടാകട്ടപ്പ. അതിന്റെ തടസ്സങ്ങളെ എന്റെ കർത്താവ് എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ഓ ഹല്ലേലൂയ. വലിയ ദൈവ പ്രവർത്തികൾ അത് വെളിപ്പെട്ടു വരട്ടപ്പ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ വചനം 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം തൊട്ട് ഞാൻ വായിക്കാം. സഹോദരന്മാരെ, ആസയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അതേ, ഞങ്ങളിൽ അല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പസ്തോലനായ പൗലോസ് പറയുകയാണ്, ആസിയിൽ വെച്ച് ഒരു മരണകരമായ അനുഭവം അപ്പസ്തോലനായ പൗലോസിന് ഉണ്ടാകുവാനിടയായി തീർന്നു. കൂടെയുള്ള ജനങ്ങൾക്കും ഒരു മരണകരമായ അനുഭവം. മരിച്ചു പോകുമോ എന്ന് പോലും ചിന്തിക്കുന്ന വിധത്തില് അതുപോലെയുള്ള ഒരു കഷ്ടത്തിലൂടെ അവർക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു. അവർ ഓർത്തു, ഞങ്ങൾ മരിച്ചു പോകും, പക്ഷേ ഞങ്ങൾ മരിച്ചുപോയാലും ഞങ്ങളെ ഉയർപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ വരവിൽ ഞങ്ങളുടെ കല്ലറകൾ തുറന്ന് ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആ രീതിയിൽ പോലും ചിന്തിക്കുന്ന വിധത്തില് ഒരു മരണകരമായ അനുഭവം അവർക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. എന്നാൽ കർത്താവ് അവരെ വിടുവിച്ചു. കർത്താവ് ആ പ്രശ്നത്തിന്റെ അകത്ത് നിന്നും അവരെ വിടുവിച്ചു. ആ മരണത്തിൽ നിന്നും നീക്കുപോക്ക് കൊടുത്തു. കർത്താവ് അവരെ പുറത്തെടുത്തു, വെളിയിൽ കൊണ്ടുവന്നു. അപ്പോൾ അപ്പസ്തോലനായ പൗലോസ് പറയുകയാണ്, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. ഇനി മേലാലും വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പസ്തോലനായ ആ പൗലോസിന്റെ ആ പ്രത്യാശ നോക്കണം. കർത്താവ് ഞങ്ങളെ വിടുവിച്ചു, ഇനിയും വിടുവിക്കുകയും ചെയ്യും, ഇനി മേലാൽ വിടുവിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം എത്ര മക്കൾക്ക് അങ്ങനെ ഒരു പ്രത്യാശ ഹൃദയത്തിനകത്തുണ്ട്? എന്റെ കർത്താവ് എന്റെ പ്രശ്നങ്ങളുടെ അകത്തു നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരും, എന്നെ വിടുവിക്കും, എന്റെ കുടുംബത്തെ മേലാലും എന്റെ കർത്താവ് വിടുവിക്കുമെന്ന് ഇന്ന് രാത്രികാലം എത്ര മക്കൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്? പ്രൈസ് ദി ലോർഡ്. മരണകരമായ അനുഭവത്തിന് ദൈവം വിടുവിച്ചവരെ പുറത്തെടുത്തുവെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ ജീവിതത്തില് ഏത് പ്രശ്നങ്ങളുടെ അകത്തു നീ ആയിരുന്നാലും നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവം, നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവം, നിന്നെ സൗഖ്യമാക്കുന്ന ഒരു ദൈവം, നിന്നെ ഉയർപ്പിക്കുന്ന ഒരു ദൈവം, നിന്റെ അവസ്ഥകളെ മാറ്റുന്ന ഒരു ദൈവം, നിന്നെ സഹായിക്കുന്ന ഒരു ദൈവം, നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. ആ ദൈവം നിന്നെ കൈവിടത്തില്ല. ആ ദൈവം നിന്നെ ഉപേക്ഷിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അപ്പസ്തോലനായ പൗലോസ് പറയുകയാണ്, കർത്താവ് മേലാലും ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം എത്ര മക്കൾക്ക് പ്രത്യാശയുണ്ട്? ഞങ്ങളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, ഞങ്ങളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞങ്ങളുടെ കർത്താവ് അന്ത്യത്തോളം ഞങ്ങളെ നടത്തുന്ന ദൈവമാണ്. ജീവിതത്തിന്റെ അവസാനം വരെയും ഞങ്ങളുടെ കരം പിടിച്ച് നടത്തുന്ന ദൈവം ഞങ്ങളുടെ അവസ്ഥകളിൽ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് ആ ദൈവം ഞങ്ങളെ സഹായിക്കും, ഞങ്ങളെ ശക്തീകരിക്കും, ഞങ്ങളെ ബലപ്പെടുത്തുമെന്ന് ഇന്ന് രാത്രികാലം എത്ര മക്കൾ ഉറച്ചു വിശ്വസിക്കുവാൻ പദ്ധതി
നന്ദിയുണ്ട്, സ്തോത്രം. ഹല്ലേലൂയ. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രൈസ് ദി ലോർഡ്. മരണകരമായ അനുഭവത്തിൽ നിന്നും ദൈവം അവരെ വിടുവിച്ചപ്പോൾ അവർ കർത്താവിൽ പ്രത്യാശ വെച്ചുകൊണ്ട്, ആശ വെച്ചുകൊണ്ട് അവർ പറയുകയാണ്, ഈ കർത്താവ് ഞങ്ങളെ വിടുവിച്ചു, ഞങ്ങളെ സഹായിച്ചു, ഞങ്ങളെ സൗഖ്യമാക്കി. ഈ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് കർത്താവ് ഞങ്ങളെ മേലാലും വിടുവിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. റോമൻ എംപീരെ മുദ്രകളെ തകർത്തുകൊണ്ട് പുറത്തു വന്നവൻ ഇന്നും ജീവിക്കുന്നവൻ. പിതാവിന്റെ വലത്തു ഭാഗത്ത് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട്, നിനക്ക് വേണ്ടി ഹല്ലേലൂയ അതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ജീവനുള്ള ദൈവം. ആ ദൈവം നിന്നെ കൈവിടത്തില്ല. ആ ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല. നിന്റെ അവസ്ഥകളിൽ, നിന്റെ പ്രശ്നങ്ങളിൽ, നിന്റെ പ്രതികൂലങ്ങളിൽ ആ കർത്താവ് ഇറങ്ങി വന്ന് നിന്നെ സഹായിച്ച് നിന്നെ വഴി നടത്തും. ജീവപര്യന്തം നിന്നെ വഴി നടത്തുന്ന ഒരു സർവശക്തനായ ദൈവത്തിന്റെ പാദപീഠത്തിലാണ് നീ ആയിരിക്കുന്നത്. ആ ദൈവം നിന്നെ ഒരിക്കലും കൈവിടത്തില്ല, ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, ആ കർത്താവിൽ ഞങ്ങൾ ആശ വെച്ചിരിക്കുകയാണ്, ഞങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രത്യാശ ഞങ്ങളുടെ കർത്താവിലാണ്. കാരണം ഞങ്ങളുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് മരിച്ചിട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റവനാണ്. റോമൻ ഇംപീരിയ മുദ്രകളെ തകർത്തുകൊണ്ട് പുറത്തു വന്നവനാണ്. ആത്മാവിന്റെ ശക്തിയാൽ ഇന്നും ജീവിക്കുന്നവനാണ്. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ പ്രതിസന്ധികളുടെ മധ്യത്തിൽ കർത്താവ് ഞങ്ങൾക്ക് ജയം തരും. മേലാലും ഞങ്ങളെ കർത്താവ് വിടുവിക്കുക തന്നെ ചെയ്യും. ഇന്ന് രാത്രികാലം എത്ര മക്കൾ വിശ്വാസത്തോടെ വിളിച്ചു പറയും, എന്റെ കർത്താവ് ജീവിതത്തിന്റെ അവസാനം വരെ എന്നെ സഹായിക്കും, എന്നെ പരിപാലിക്കും, എന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കും, എന്റെ കുടുംബത്തിന് തണലായി മാറും. എന്റെ കർത്താവ് ഞങ്ങളെ കൈവിടത്തില്ല. ഏതവസ്ഥകളിലും ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സർവശക്തനായ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഈ രാത്രികാലം എത്ര മക്കൾ കർത്താവിന്മേൽ ആശ വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ ആശ വെച്ചിരിക്കുന്ന ജനം ഒരിക്കലും നിരാശപ്പെട്ട ചരിത്രമില്ല. കർത്താവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ജനം ഒരിക്കലും തളർന്നുപോയ ചരിത്രമില്ല. യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും, അവർ കഴുകനെ പോലെ ചിറകടിച്ച് പറക്കും. കർത്താവിന്റെ സന്നിധിയിൽ ആശ വെച്ചിരിക്കുന്ന ദൈവ പൈതലെ, കർത്താവിന്റെ സന്നിധിയിൽ നാളുകളായി കാത്തിരിക്കുന്ന ദൈവ പൈതലെ, കർത്താവിന്റെ സന്നിധിയിൽ നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ കൊടുത്തുകൊണ്ട് ദിവസവും ജാഗരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, ഇന്ന് രാത്രികാലം ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നീ ശക്തിയെ പുതുക്കി ഒരു കഴുകനെ പോലെ നീ ചിറകടിച്ച് പറക്കുവാൻ പോകുകയാണ്. ആർക്കും എത്തിപ്പെടാത്ത മേഖലകളില്, ആർക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത മണ്ഡലത്തില് സ്വർഗത്തിലെ ദൈവം നിന്നെ ഉയർത്തി മാനിക്കുവാൻ പോകുകയാ. നിന്നെ പർവ്വതത്തിന്റെ മുകളിൽ കർത്താവ് നിർത്തുവാൻ പോകുകയാ. ആകാശ മണ്ഡലത്തിന്റെ മേലെ നീ പറക്കുവാൻ പോകുകയാ. ആർക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത മണ്ഡലത്തില് സ്വർഗത്തിലെ ദൈവം നിന്നെ നിർത്തുവാൻ പോകുകയാണ്. കർത്താവിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ദൈവ ജനത്തെ കർത്താവ് കഴുകെ പോലെ ചിറകടിച്ച് പറപ്പിച്ച് ആകാശത്തില് ഉന്നതങ്ങളിൽ പറപ്പിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം നടത്തുവാൻ ശക്തനായ ദൈവമത്രേ. പ്രൈസ് ദി ലോർഡ്. എത്ര മക്കൾ ഏറ്റെടുക്കുവാൻ തയ്യാറുണ്ട്? എത്ര മക്കൾ ഏറ്റെടുക്കുവാൻ തയ്യാറുണ്ട്? നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്നവൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ വേദന മാറ്റുന്നവൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:10 പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രൈസ് ദി ലോർഡ്. ഇതാരാ നിന്നോട് പറയുന്നേ? സർവശക്തൻ, സകലത്തെയും സൃഷ്ടിച്ചവൻ, സകലത്തിന്റെയും അധികാരി, സർവജ്ഞാനി, സർവവ്യാപി, സർവശക്തനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആലോചനയത്രേ വിളിച്ചു പറയുന്നത്. നിന്നെ സഹായിക്കുന്നവൻ നിന്റെ കൂടെയുണ്ട്, നിന്നെ ബലപ്പെടുത്തുന്നവൻ നിന്റെ കൂടെയുണ്ട്. നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുന്നവൻ നിന്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം എത്ര മക്കൾ കർത്താവിൽ ആശ വെച്ചിട്ടുണ്ട്? കർത്താവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ജനം ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. അവങ്കിലേക്ക് നോക്കി
അവർ പ്രകാശിതരായി. അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി വന്നിരിക്കുന്ന ദൈവ പൈതലെ, നീ ലജ്ജിച്ചു പോകുവാൻ സമ്മതിക്കത്തില്ല. നിന്റെ മുഖത്തെ പ്രകാശമാക്കി മാറ്റി ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കി നീ പോലും ചിന്തിക്കാത്ത മണ്ഡലത്തിൽ നിന്നെ ഉയർത്തി മാനിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് വെളിപ്പെടുത്തുന്ന വിധത്തില് ദേശം അറിയുന്ന, ദിക്കുകൾ അറിയുന്ന, രാജ്യങ്ങൾ അറിയുന്ന ചില വ്യക്തിപരമായ വിടുതലുകൾ നിന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തെടുത്തുകൊണ്ട് നിന്നെ മാനിക്കുന്ന ദിവസങ്ങൾ അത് മുന്നിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ചില മക്കളോട് ഇന്ന് രാത്രികാലം ദൂത് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ ആശ വെച്ചിരിക്കുന്ന ജനം ഒരിക്കലും തളർന്നുപോയ ചരിത്രമില്ല. മരണ അവസ്ഥയിൽ നിന്നും പൗലോസിനെ വിടുവിച്ചു. ഹല്ലേലൂയ. നമുക്കറിയാം, അപ്പസ്തോല പ്രവൃത്തി 27-ാം അധ്യായത്തില് അപ്പസ്തോല പൗലോസും തന്റെ ജനവും കപ്പൽ ഛേദത്തിനകപ്പെട്ടു. ഭയങ്കര ഈശാനമൂലൻ കാറ്റടിച്ചു. വചനത്തിൽ പറയുകയാണ്, 14 ദിവസം ആ നടുക്കടലില് ആഹാരമില്ലാതെ അവർ അലയുവാനിടയായി തീർന്നു. അവരുടെ ആശ ഒക്കെയും അറ്റുപോയെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവരുടെ ആശ ഒക്കെയും അറ്റുപോയി. അപ്പസ്തോല പ്രവർത്തികളുടെ പുസ്തകം അതിന്റെ 27-ാമത്തെ അധ്യായത്തില് അവിടെ പറയുകയാണ്, വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചുകൊണ്ട് ഇരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടാമെന്നുള്ള ആശ ഒക്കെയും അറ്റുപോയി. അവരുടെ ആശ ഒക്കെയും അറ്റുപോയി. അവരെല്ലാരും ആശ നഷ്ടപ്പെട്ടവരായി ആ നടുക്കടലിൽ ഇരിക്കുന്ന സമയത്ത് പൗലോസ് ഹല്ലേലൂയ അവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, പുരുഷന്മാരെ, എന്റെ വാക്ക് അനുസരിച്ച് ക്രേത്തയിൽ നിന്നും നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനും അല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന്, പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പസ്തോലനായ പൗലോസ് ആ ജനത്തിന്റെ നടുവിൽ എഴുന്നേറ്റ് നിന്നു. ആ നടുക്കടലില് 14 ദിവസമായി ആഹാരം പോലുമില്ല. ആശ നഷ്ടപ്പെട്ടവരായി അവരെല്ലാരും ഇരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന, കർത്താവ് ബലമായിരിക്കുന്ന, കർത്താവിന്റെ ദർശനം കണ്ട അപ്പസ്തോലനായ പൗലോസ് ആ നടുക്കടലില് ജനത്തിന്റെ മുമ്പില് എഴുന്നേറ്റ് നിന്നിട്ട് പൗലോസ് വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ, നിങ്ങൾ ഭയപ്പെടേണ്ട, ധൈര്യമായിരിപ്പിൻ, നാം കൈസറുടെ മുമ്പിൽ നിൽക്കും. ഈ നടുക്കടലിൽ നമ്മൾ മുങ്ങിപ്പോകത്തില്ല. കാരണം സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ കടലിന്റെ നിന്നും കർത്താവ് നമ്മളെ കരയിലേക്ക് കൊണ്ടുവരും. ഒരു മനുഷ്യന് പോലും ആപത്ത് സംഭവിക്കത്തില്ല എന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയുവാൻ അപ്പസ്തോലനായ പൗലോസിനെ ഹല്ലേലൂയ പ്രചോദിപ്പിച്ച വാക്കുകൾ എന്താണ്? അല്ലെങ്കിൽ എന്താണ് കാരണം? കർത്താവിന്മേൽ ആശ വെച്ചതുകൊണ്ട്, കർത്താവിന്മേൽ വിശ്വാസം വെച്ചതുകൊണ്ട്, കർത്താവിന്മേൽ പ്രത്യാശ വെച്ചതുകൊണ്ട് ആ ദൈവഭക്തൻ, ദൈവ മനുഷ്യൻ തളർന്നു പോയില്ല. വിശ്വാസത്തിന്റെ വാക്ക് അവിടെ വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. ദർശനം കണ്ട അപ്പസ്തോലനായ പൗലോസ് ആ ദർശനം പോലെ തന്നെ അവർ കരയിലേക്ക് പോകുവാനിടയായി തീർന്നു. സ്വർഗത്തിലെ ദൈവം അവരെ സഹായിക്കുവാനിടയായി തീർന്നു. ഇന്നെന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ കുടുംബത്തിൽ നീ ആയിരിക്കുന്ന ഇടത്തില് ഒരുപക്ഷെ പ്രത്യാശ നഷ്ടപ്പെട്ടവരുണ്ടായിരിക്കാം, നിരാശ ഉള്ളവരുണ്ടായിരിക്കാം, ധൈര്യം ചോർന്നു പോയവരുണ്ടായിരിക്കാം. പക്ഷേ നടുക്കടലിന്റെ അകത്തും ധൈര്യം നഷ്ടപ്പെട്ടു പോകാതെ, ധൈര്യം ചോർന്നു പോകാതെ ഒരു ദൈവഭക്തൻ, ദൈവത്തിന്റെ ദാസൻ വിശ്വാസത്തിന്റെ വാക്ക് വിളിച്ചു പറഞ്ഞു, ധൈര്യത്തിന്റെ വാക്ക് വിളിച്ചു പറഞ്ഞു. കാരണം ആ ദൈവഭക്തന്റെ അടുത്ത് വന്നിട്ട് ദൈവം സംസാരിച്ചു, നീ കൈസറുടെ മുമ്പിൽ നിൽക്കും, നീ ഈ നടുക്കടലിൽ മുങ്ങിപ്പോകത്തില്ല, നിന്റെ കൂടെയുള്ള ജനം മുങ്ങിപ്പോകത്തില്ല, നീ കര കയറുമെന്ന് ദൈവം പൗലോസിനോട് സംസാരിക്കുവാനിടയായി തീർന്നു. ഇന്നെന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ കൂടെയുള്ളവർ ഒരുപക്ഷെ തകർന്നു പോകാം, നിന്റെ കൂടെയുള്ളവർ ഒരുപക്ഷെ നിരാശപ്പെട്ടു പോകാം, നിന്റെ കൂടെയുള്ളവർ ഒരുപക്ഷെ ധൈര്യം നഷ്ടപ്പെട്ടു പോകാം. എന്നാൽ കർത്താവിന്മേൽ ആശ വെച്ചിരിക്കുന്ന നീ, വിശ്വാസമുള്ള നീ, നീ ധൈര്യത്തോടെ വിളിച്ചു പറയണം,
മാത്രം നമ്മളെ കാണുന്ന ഒരു കർത്താവുണ്ട്, നമ്മളെ സഹായിക്കുന്ന ഒരു കർത്താവുണ്ട്, എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്, എന്നോട് സംസാരിക്കുന്ന ഒരു യേശുവുണ്ട്, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. ഈ പ്രശ്നത്തിനകത്ത് നമ്മൾ മുങ്ങിപ്പോകത്തില്ല, നമ്മൾ പുറത്തു വരും. ദൈവം നമ്മളെ സഹായിക്കുമെന്ന് വിശ്വാസത്തിന്റെ വാക്ക് വിളിച്ചു പറയുന്ന എത്ര മക്കൾ ഇതിന്റെ അകത്തുണ്ട്? Praise the Lord. Hallelujah. ഓ റിബ ശംദല റിമന റിമക്ഷസ്യാല. നിന്റെ ജീവിതത്തിൽ എല്ലാം നിനക്ക് പ്രതികൂലമായി തീരുമ്പോൾ, സകലതും നിനക്ക് പ്രതികൂലമായി തീരുമ്പോൾ, ഒരു നടുക്കടലിന്റെ അകത്ത് അത് ഒറ്റപ്പെട്ട ഒരു അനുഭവം നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിനക്ക് വിളിച്ചു പറയുവാൻ പറ്റുമോ? നാഥൻ നമ്മുടെ പടകിലുണ്ട്. ഓ, നമ്മളെ കര ചേർക്കുന്നവൻ നമ്മുടെ കൂടെയുണ്ട്, നമ്മളെ സഹായിക്കുന്നവൻ നമ്മുടെ കൂടെയുണ്ട്, നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നവൻ നമ്മുടെ കൂടെയുണ്ടെന്ന് നിന്റെ സമശിഷ്ടങ്ങളോട് വിളിച്ചു പറയുവാൻ നിനക്കൊരു ധൈര്യമുണ്ടെങ്കിൽ നീ യഥാർത്ഥമായി വിശ്വാസമുള്ള വ്യക്തിയത്രേ, യഥാർത്ഥമായി കർത്താവിൽ ആശ വെച്ചിരിക്കുന്ന വ്യക്തിയത്രേ. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ഗോഡ്. ഒരിക്കലും തളർന്നു പോകരുത്. കൂടെയുള്ളവർ തളർന്നു പോകുമ്പോൾ അവരെ ബലപ്പെടുത്തിക്കോണം. കൂടെയുള്ളവർ നിരാശപ്പെട്ടു പോകുമ്പോൾ അവരെ ബലപ്പെടുത്തിക്കോണം. കാരണം നിന്റെ അകത്ത് യേശുവുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ അകത്തുണ്ട്. യേശു നിന്റെ പടകിലുണ്ട്. യേശു നിന്റെ ജീവിതത്തിലുണ്ട്. നിന്റെ ചുക്കാൻ പിടിക്കുന്ന യേശു നിന്റെ കൂടെയുള്ളത് കൊണ്ട് നീ ധൈര്യത്തിന്റെ വാക്ക് വിളിച്ചു പറയണം. പ്രൈസ് ദി ലോർഡ്. എത്ര മക്കൾ വിശ്വാസത്തിന്റെ കൂടെ ധൈര്യമായിട്ട് ഇവിടെയുണ്ട്? പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന്റെ കൂടെ ധൈര്യമായിട്ടിരിക്കണം. നമുക്കറിയാം, ചെങ്കടലിന്റെ മുമ്പില് മോശയും ജനവും നിൽക്കുമ്പോൾ ഒരു ഭാഗത്ത് ജനം പാനിക്കാവുകയാണ്, അവർ പരിഭ്രാന്തരാവുകയാ. എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. മുന്നിൽ വലിയ ചെങ്കടൽ, പിറകിൽ നോക്കുമ്പോൾ ഫറവോന്റെ സൈന്യം. എന്നാൽ ദർശനം കണ്ട മോശ, അത്ഭുതം കണ്ട മോശ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട മോശ ഒരു ധൈര്യത്തിന്റെ വാക്ക് വിളിച്ചു പറഞ്ഞു. എന്താണ് മോശ വിളിച്ചു പറഞ്ഞത്? നിങ്ങൾ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ നിങ്ങൾക്ക് ചെയ്യുവാനുള്ള രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുവിൻ. ഇന്നു നിങ്ങൾ കാണുന്ന മിസ്രൈമിനെ നിങ്ങൾ ഒരു നാളും കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആ ഹല്ലേലൂയ. മോശയുടെ ഹൃദയത്തിനകത്ത് എങ്ങനെ ആ ധൈര്യം കടന്നു വന്നു? കാരണം മോശ ദൈവത്തിന്മേൽ ആശ വെച്ച വ്യക്തിയാ, ദൈവത്തിന്മേൽ പ്രത്യാശ ഉള്ള വ്യക്തിയാ, അത്ഭുതം കണ്ട വ്യക്തിയാ, കർത്താവിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കിയ വ്യക്തിയാ. അതുകൊണ്ട് മോശ തളർന്നു പോയില്ല. മുമ്പിലും പിമ്പിലും പ്രതികൂലമാ, മുന്നോട്ടവർക്ക് എങ്ങനെ പോകണമെന്ന് അറിയത്തില്ല. പക്ഷെ ആ സമയത്ത് മോശ ഒരു ധൈര്യത്തിന്റെ വാക്ക് വിളിച്ചു പറയുന്നു. എങ്ങനെയാണ് ആ ധൈര്യം വന്നത്? നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഓ, സർവശക്തൻ നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവം നമ്മളെ കൈവിടത്തില്ല. 10 ബാധകളെ അയച്ച് ആ മിസ്രൈമിന്റെ ഇരുമ്പൊലക്കകത്തു നിന്നും വിടുതൽ പ്രാപിച്ച് കർത്താവ് നമ്മളെ വെളിയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ ചെങ്കടലിന്റെ മുമ്പിലും കർത്താവ് നമുക്ക് വഴിയൊരുക്കുവാൻ ശക്തനത്രേ. ആ ഫറവോന്റെ സൈന്യം നമ്മളെ തകർക്കുവാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. കാരണം ഫറവോന്റെ സൈന്യത്തെക്കാളും ഈ ചെങ്കടലിനേക്കാളും ഒരു വലിയവൻ നമ്മുടെ കൂടെയുണ്ട്. സർവശക്തൻ നമ്മുടെ കൂടെയുണ്ട്. സകലത്തെയും സൃഷ്ടിച്ചവൻ, സകലത്തിന്റെയും അധികാരി, സകലത്തെയും ഭരിക്കുന്നവൻ, സർവശക്തൻ നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവം നമുക്ക് വേണ്ടി ഒരു പോംവഴി ചെയ്യുമെന്ന് മോശ വിശ്വാസത്തിന്റെ വാക്ക് വിളിച്ചു പറയുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എത്ര മക്കൾ കർത്താവിന്മേൽ ആശ വച്ചിട്ടുണ്ട്? മുമ്പും പിമ്പും പ്രതികൂലം കടന്നു വരുമ്പോൾ, മുന്നോട്ട് പോകുവാൻ വഴിയില്ലാതിരിക്കുമ്പോൾ, ക്രിസ്തുവിന്മേൽ ആശ വച്ചിരിക്കുന്ന, ക്രിസ്തുവിന്മേൽ പ്രത്യാശ വച്ചിരിക്കുന്ന ഒരു ദൈവ പൈതൽ അതിലെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകും. വിശ്വാസത്തോടെ ചെങ്കടലുകളെ താണ്ടി മുന്നോട്ട് പോകും. ഉണങ്ങിയ നിലത്തിലൂടെ കടന്നു പോകും. ഓ, ഫറവോന്റെ സൈന്യത്തിനകത്ത് മുങ്ങിപ്പോകാതെ വണ്ണം, അവർ തകർത്ത് കളയാതെ വണ്ണം വിശ്വാസമുള്ളൊരു ദൈവ പൈതൽ മുന്നോട്ട് നടന്നു പോകുവാനിടയായി തീരും. ഇന്ന് രാത്രികാലം എത്ര മക്കൾക്ക് ആഴമേറിയ വിശ്വാസമുണ്ട്? എന്റെ മുമ്പിൽ ചെങ്കടൽ വന്നാലും, എന്റെ പുറകിൽ ഫറവോന്റെ സൈന്യം വന്നാലും, എന്റെ മുമ്പിലും പിമ്പിലും പ്രതികൂലം കടന്നു വന്നാലും, വിളിച്ച ദൈവം വിശ്വസ്തനാ, നടത്തിയ ദൈവം വിശ്വസ്തനാ. ഈ നടുക്കടലിന്റെ അകത്തും ഈ കടലിന്റെ മുമ്പിലും കർത്താവ് ഞങ്ങളെ കൈവിടത്തില്ല. ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. ഞങ്ങളെ കർത്താവ് സഹായിക്കും. ഞങ്ങളുടെ തകർച്ചകളിൽ കർത്താവ്
നീ കർത്താവിന്മേൽ ആശ വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരിക്കലും തളർന്നു പോകുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ദൈവം നിന്നെ മാനിച്ചുയർത്തുവാനിടയായിത്തീരും. വിശ്വാസമുള്ള ദൈവ പൈതലെ, കർത്താവ് നിന്നെ ഒരിക്കലും കൈവിടത്തില്ല, ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. വിശ്വാസമുള്ള ദൈവ പൈതൽ ചെങ്കടൽ താണ്ടി മുന്നിലോട്ട് പോകും. വിശ്വാസമുള്ള ദൈവ പൈതൽ നടുക്കടൽ കടന്ന് കരചേരുവാനിടയായിത്തീരും. കർത്താവിന്മേൽ ആശ വെച്ചിരിക്കുന്ന ദൈവ പൈതൽ ഒരിക്കലും ആഴിയിൽ മുങ്ങിപ്പോകത്തില്ല, നടുക്കടലിൽ മുങ്ങിപ്പോകത്തില്ല. ഇന്ന് രാത്രികാലം ഒരു ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ, ഭയപ്പെടേണ്ട. കർത്താവ് നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ അഗ്നിയിൽ കൂടി കടക്കുമ്പോൾ വെന്തു പോകത്തില്ല. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ വെള്ളം നിന്നെ മുക്കിക്കളയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെള്ളം മുക്കിക്കളയത്തില്ല, അഗ്നി നിന്നെ ദഹിപ്പിക്കത്തില്ല, നീ തീജ്വാലയ്ക്കകത്ത് വെന്തു പോകത്തില്ല. പ്രശ്നങ്ങളുടെ അകത്തു നിന്നും നീ പുറത്തു വരും. നീ ദൈവത്തിനു വേണ്ടി ഒരു സാക്ഷിയായിട്ട് മാറാൻ പോകുക. നിന്റെ കുടുംബം കർത്താവിന്റെ ഒരു സാക്ഷിയായിട്ട് മാറാൻ പോകുക. യോശുവ ആ യോർദാന്റെ അടുത്ത് വെച്ച് യോശുവ വിളിച്ചു പറഞ്ഞു, ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ ആശ്രയിക്കും, ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കും. കാരണം ഞങ്ങളെ ഈ 40 വർഷക്കാലം മരുഭൂമിയിൽ കർത്താവ് നടത്തി. ഞങ്ങൾക്ക് മന്നായും കാടപ്പക്ഷിയും തീക്കൽ പാറയിൽ നിന്നും വെള്ളവും കർത്താവ് ഞങ്ങൾക്ക് തന്നു. ജീവനുള്ള ദൈവത്തെ ഞങ്ങൾ പിൻപറ്റിയത് കൊണ്ട് ഞങ്ങൾ തകർന്നു പോയില്ല, ഞങ്ങളുടെ തലമുറ നശിച്ചില്ല, തലമുറ പട്ടുപോയില്ല. ജീവനുള്ള ദൈവത്തിന്റെ കൂടെ ഞങ്ങൾ പറ്റിച്ചേർന്ന് നിന്നതുകൊണ്ട് ഹല്ലേലൂയ. ആ യോശുവ വിളിച്ചു പറയുകയാ, ആ ദൈവം ഞങ്ങളെ 40 വർഷം ഞങ്ങളെ നടത്തിക്കൊണ്ട് വന്നുവെങ്കിൽ ഇനിയും നടത്തുവാൻ ശക്തനാ. ആ ദൈവത്തിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. ആ ദൈവം അത്ഭുതത്തിന്റെ ദൈവമാ. ആ ദൈവം സഹായിക്കുന്ന ദൈവമാ. ആ ദൈവം മാനിക്കുന്ന ദൈവമാ. അതുകൊണ്ട് ഞങ്ങൾ യോർദാൻ കടക്കും, ഞങ്ങൾ എരിഹോ കോട്ട താണ്ടും, ഞങ്ങൾ വാഗ്ദത്ത ദേശത്തെ ഞങ്ങൾ അവകാശമായി പ്രാപിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു തീരുമാനമെടുക്കുകയാണ്, ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. യോശുവ അധികാരത്തോടെ വിളിച്ചു പറഞ്ഞു. ഉറച്ച തീരുമാനത്തോടെ യോശുവ നിന്നു. കാരണം യോശുവയ്ക്കറിയാം, എന്റെ ജനറേഷൻ അനുഗ്രഹം പ്രാപിച്ചു. 40 വർഷം മരുഭൂമിയില് കൂടെയുള്ള ദൈവത്തെ മറുതലിച്ച അനേകർ പട്ടുപോയപ്പോഴും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, ദൈവത്തെ പിൻപറ്റിയത് കൊണ്ട്, ദൈവത്തിന് മുഖ്യസ്ഥാനം കൊടുത്തത് കൊണ്ട് യോശുവയും യോശുവയുടെ ജനറേഷനും മരുഭൂമിയിൽ പട്ടുപോയില്ല. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ കർത്താവിനെ പിൻപറ്റുന്നുവെങ്കിൽ, നീ കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്നുവെങ്കിൽ, നാളുകളായി ഒരുപക്ഷെ നീ കർത്താവിന്റെ നാമത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിന്നെ ഒരിക്കലും കർത്താവ് കൈവിടത്തില്ല. മരുഭൂമിയിൽ നീ പട്ടുപോകത്തില്ല, നീ ഒരു അപമാന വിഷയമാകത്തില്ല. നിന്റെ തലയെ ഉയർത്തുന്ന ദൈവം, നിന്നെ മാനിക്കുന്നവൻ, നീ പോലും ചിന്തിക്കാത്ത അത്ഭുതത്തിന്റെ പ്രവൃത്തികൾ നിന്റെ ജീവിതത്തിൽ ചെയ്തെടുക്കുന്നവൻ നിന്റെ കൂടെ ഉണ്ടെന്ന് ഇന്ന് രാത്രികാലം എത്ര മക്കൾ ഏറ്റെടുക്കുവാൻ തയ്യാറുണ്ട്? ഗ്ലോറി ടു ഗോഡ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ കാലേബിനോട് ചോദിച്ചാൽ കാലേബും പറയും, ഹല്ലേലൂയ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നടത്തുന്നവൻ നമ്മുടെ കൂടെയുണ്ട്. നമുക്കറിയാം, 12 പേരെ ഒട്ടുനോക്കുവാൻ അയച്ചു. 10 പേര് വന്നിട്ട് പറഞ്ഞു, ആ കാനാൻ ദേശത്തുള്ള ജനങ്ങളെല്ലാം അതികായന്മാരാ, അവരുടെ മുമ്പിൽ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ ഉണ്ടായി, ഞങ്ങൾക്ക് ആ ദേശത്തെ പിടിച്ചെടുക്കുവാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല എന്ന് 10 പേർ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, യോശുവയും കാലേബും ഹല്ലേലൂയ ഉറച്ച വിശ്വാസത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. കാലേബ് ഇപ്രകാരം പറഞ്ഞു, എത്ര വലിയ ജാതിയാണെങ്കിലും, എത്ര വലിയ ജാതിയാണെങ്കിലും, എത്ര വലിയ എരിഹോ കോട്ടയാണെങ്കിലും, എത്ര വലിയ ജാതികളുള്ള ദേശമാണെങ്കിലും നമ്മൾ അതിനെ പിടിച്ചടക്കും, നമ്മൾ അതിനെ പിടിച്ചടക്കും. നാം ജയം
പ്രാപിക്കും. കാരണം നമ്മുടെ മുമ്പിൽ കൂടെ ദഹിപ്പിക്കുന്ന അഗ്നിയായി സ്വർഗത്തിലെ ദൈവം കടന്നു വരുന്നുണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല. 40 വർഷം നമ്മൾ ഒറ്റയ്ക്കല്ലായിരുന്നു. മേഘസ്തംഭവും അഗ്നിത്തൂണുമായി ഇസ്രായേൽ ജനത്തെ വഴി നടത്തുവാൻ ദൈവത്തിന്റെ കരം അവരുടെ കൂടെ ഉണ്ടായപ്പോൾ അവർക്ക് വിശ്വാസമുണ്ടായി, അവർക്ക് ഉറപ്പുണ്ടായി, അവർ ഒരു തീരുമാനമെടുത്തു. അവിടെ കാലേബ് വിളിച്ചു പറയുകയാണ്, എത്ര വലിയ ജനമാണെങ്കിലും, എത്ര വലിയ പ്രോബ്ലം ആണെങ്കിലും, എത്ര വലിയ പ്രതികൂലമാണെങ്കിലും, എത്ര വലിയ തടസ്സമാണെങ്കിലും നമ്മൾ അതിനെ ജയമെടുക്കും. നമ്മൾ അതിനെ പ്രാപിക്കും. ആ ദേശത്തെ നമ്മൾ പ്രാപിക്കും. കാരണം നമ്മുടെ കൂടെ കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. രാത്രികാലം എത്ര മക്കൾ കർത്താവിൽ ആശ്രയം വെച്ചിട്ടുണ്ട്? എത്ര മക്കൾ കർത്താവിൽ ആശ്രയം വെച്ചിട്ടുണ്ട്? കർത്താവിൽ ആശ്രയം വെച്ചിരിക്കുന്ന മക്കൾ ഒരിക്കലും തളർന്നു പോകുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇതാ ദൈവം എന്റെ രക്ഷ, യഹോവയായ യാഹ് എന്റെ ബലവും എന്റെ ഗീതവും ആയിരിക്കൊണ്ട് അവൻ എന്റെ രക്ഷയായി തീർന്നിരിക്കൊണ്ട് ഞാൻ അവനെ ഭയപ്പെടാതെ ആശ്രയിക്കും. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുക, ഇസ്രായേൽ ജനം അവിടെ വിളിച്ചു പറയുകയാണ്, ഇതാ ദൈവം എന്റെ രക്ഷ, യഹോവയായ യാഹ് എന്റെ ബലം, എന്റെ ഗീതം ആയിരിക്കൊണ്ട് അവൻ എന്റെ രക്ഷയായി തീർന്നിരിക്കൊണ്ട് ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. കർത്താവ് നിന്റെ രക്ഷ, നിന്റെ ഗീതം, നിന്റെ ശൈലം, നിന്റെ കോട്ട, നിന്റെ സങ്കേതം, നിന്റെ മറവിടം, നിനക്ക് സങ്കേതം എല്ലാമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഇന്ന് രാത്രികാലം വിളിച്ചു പറയണം, ഞാൻ ഭയപ്പെടാതെ എന്റെ കർത്താവിൽ ഞാൻ ആശ്രയിക്കും. ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞങ്ങൾ ജയത്തെ കാണും. ഞങ്ങൾ പ്രതികൂലത്തെ കാണത്തില്ല. ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തോൽവി കാണത്തില്ല. ഞങ്ങൾ ജയത്തെ കാണും. കാരണം ഞങ്ങളുടെ കൂടെ സർവശക്തനായ യേശുവുണ്ട്. സകലത്തെയും സൃഷ്ടിച്ചവൻ ഞങ്ങളുടെ കൂടെയുണ്ട്. ആ ദൈവം ഞങ്ങളെ കൈവിടത്തില്ല. ആ ദൈവം ഞങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. രാത്രികാലം എത്ര മക്കൾക്ക് വിശ്വാസത്തിന്റെ വാക്കുകൾ വിളിച്ചു പറയാൻ പറ്റും? എത്ര മക്കൾക്ക് ധൈര്യത്തിന്റെ വാക്കുകൾ വിളിച്ചു പറയാൻ പറ്റും? ചില മക്കളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലങ്ങൾ അത് വഴിമാറിപ്പോകുക. വിശ്വാസത്തോടെ സ്റ്റെപ്പ് വയ്ക്കുന്ന ദൈവ പൈതലെ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലം അത് വഴിമാറിപ്പോകുക. 12 പേരില് 10 പേര് പറഞ്ഞു നമുക്ക് ആ ദേശത്ത് പോകണ്ട, ആ ദേശത്തിലുള്ള ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ തോറ്റുപോകും. എന്നാൽ യോശുവയും കാലേബും പറഞ്ഞു നമ്മൾ ജയമെടുക്കും. ഇന്ന് രാത്രികാലം എത്ര വലിയ പ്രശ്നങ്ങൾ നിന്റെ മുമ്പിൽ കടന്നു വന്നാലും, എത്ര വലിയ ഭയങ്കരമായിരിക്കുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ നീ ആയിരുന്നാലും, ഇന്ന് രാത്രികാലം വിശ്വാസത്തോടെ നീ വിളിച്ചു പറ, ഞാൻ ജയമെടുക്കും. ഞാൻ ജയത്തെ കാണും. ഞാൻ തോൽവി കാണത്തില്ല. ഞാൻ അത്ഭുതത്തെ കാണും. ഞാൻ അതിശയത്തെ കാണും. ഞാൻ ദൈവപ്രവൃത്തിയെ കാണും. ഞാൻ കർത്താവിന്റെ കരത്തിന്റെ അത്ഭുതത്തെ ഞാൻ രുചിച്ചറിയും. എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എന്നെ സഹായിക്കും, എന്നെ മാനിക്കും. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല. സർവശക്തനായ യേശു എന്റെ കൂടെയുണ്ട്. ഒന്ന് വിളിച്ചു പറ, കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഒരിക്കലും കൈവിടാത്തവൻ നിന്റെ കൂടെയുണ്ട്. ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കാത്തവൻ നിന്റെ കൂടെയുണ്ട്. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും മറക്കാത്തൊരേശു, നിന്നെ മറക്കാത്തൊരേശു. ആ യേശു നിന്നെ മറക്കത്തില്ല. തന്റെ മേൽ ആശ്രയം വെച്ചിരിക്കുന്ന മക്കളെ കർത്താവ് ഒരിക്കലും മറക്കത്തില്ല. ഗ്ലോറി ടു ഗോഡ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, എന്റെ അടുത്തേക്ക് കടന്നു വരുന്നവരെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. ഒരു നാളും ഉപേക്ഷിക്കാത്തവൻ, ഒരു നാളും തള്ളിക്കളയാത്തവൻ. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറന്നുപോയാലും മറക്കാത്ത ഒരു യേശു നിന്റെ കൂടെയുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം വിളിച്ചു പറ, എന്റെ കർത്താവ് എന്നെ കൈവിടത്തില്ല. ജീവിതത്തിന്റെ അന്ത്യത്തോളവും, എന്റെ ജീവിതകാലം മുഴുവനും, എന്റെ ജീവപര്യന്തം ഞാൻ എന്റെ കർത്താവിനെ ആശ്രയിക്കും.
ഞാൻ എന്റെ കർത്താവിന് വേണ്ടി നിൽക്കും. ഞാൻ എന്റെ കർത്താവിന്റെ നാമത്തെ ഉയർത്തും. കാരണം എന്റെ കർത്താവ് എന്നെ കൈവിടത്തില്ല എന്നുള്ള ഉറപ്പെനിക്കുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, മരണകരമായിരിക്കുന്ന അനുഭവം കടന്നു വന്നപ്പോൾ, നശിച്ച് നഷ്ടപ്പെട്ടു പോകുമെന്ന് ചിന്തിച്ചപ്പോൾ കർത്താവ് ഞങ്ങളെ മരണകരമായ അനുഭവത്തിൽ നിന്നും വിടുവിച്ചു. ആ കർത്താവ് ഞങ്ങളെ ഇനിയും വിടുവിക്കും, മേലാലും വിടുവിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. രാത്രികാലം വിളിച്ചു പറ, എന്നെ വിടുവിക്കുന്നവൻ എന്റെ കൂടെയുണ്ട്. എന്നെ വിടുവിക്കുന്നവൻ എന്റെ കൂടെയുണ്ട്. മേലാലും എന്നെ വിടുവിക്കുന്നവൻ എന്റെ കൂടെയുണ്ട്. മേലാലും എന്നെ സഹായിക്കുന്നവൻ എന്റെ കൂടെയുണ്ട്. മേലാലും എന്നെ ശക്തീകരിക്കുന്നവൻ എന്റെ കൂടെയുണ്ട്. വിളിച്ചു പറ, കർത്താവ് നിന്നെ ഒരിക്കലും കൈവിടത്തില്ല സഹോദര, ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കത്തില്ല. ചില മക്കളുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവർത്തികൾ അത് വെളിപ്പെടാൻ പോകുക, വലിയ ദൈവപ്രവർത്തികൾ അത് വെളിപ്പെടാൻ പോകുക. ചില മക്കളുടെ ജീവിതത്തിൽ സ്വർഗത്തിന്റെ ഭണ്ഡാരത്തെ തുറന്ന് കർത്താവ് ചില നന്മകൾ അവരുടെ മേൽ വർഷിക്കാൻ പോകുക. നാളുകളായി കർത്താവിന് വേണ്ടി നിന്ന ദൈവ പൈതലെ, നാളുകളായി കർത്താവിന് വേണ്ടി, ഹല്ലേലൂയ, ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിന്ന ദൈവ പൈതലെ, കർത്താവ് നിനക്ക് വേണ്ടി ചില നന്മകൾ വർഷിക്കാൻ പോകുക, ചില വഴികൾ തുറക്കാൻ പോകുക, ചില പ്രതികൂലങ്ങൾ കർത്താവ് എടുത്തു മാറ്റുകയാ. 40 വർഷക്കാലം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ നടത്തിക്കൊണ്ടുവന്ന ആ ദൈവത്തിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് യോശുവയും കാലേബും വിളിച്ചു പറയുകയാ, കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾ വാഗ്ദത്ത ദേശത്തെ അവകാശമാക്കും. ഹല്ലേലൂയ. രാത്രികാലം എത്ര മക്കൾ യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട്, യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് രാത്രികാലം എത്ര മക്കൾ ധൈര്യത്തോടെ വിളിച്ചു പറയും, കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവം ഇനിയും എന്നെ നടത്തുവാൻ ശക്തൻ. കഴിഞ്ഞ നാളുകളിൽ വിടുവിച്ച ദൈവം ഇനിയും എന്നെ വിടുവിപ്പാൻ ശക്തൻ. കഴിഞ്ഞ നാളുകളിൽ എന്നെ ഉയർത്തിയ ദൈവം ഇനിയും എന്നെ ഉയർത്തുവാൻ ശക്തൻ. ആ ദൈവം എന്റെ കൂടെയുണ്ടെന്ന് ഇന്ന് രാത്രികാലം എത്ര മക്കൾ ആത്മാവിൽ വിളിച്ചു പറയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ഗോഡ്. യേശു നിന്റെ കൂടെയുണ്ടോ? യേശുവിന്റെ ശക്തി നിന്റെ അകത്തുണ്ടോ? ഒരാഭിചാര ദോഷവും നിന്നോട് അടുക്കത്തില്ല, ഒരു മന്ത്രവിദ്യയും നിന്നോട് ഫലിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു മന്ത്രവാദത്തിന്റെ ശക്തിയും നിന്നോട് അടുക്കത്തില്ല. ക്രിസ്തുവിൽ ആണെന്നുമില്ല പെണ്ണെന്നുമില്ല. ഗ്ലോറി ടു ഗോഡ്. അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും ആത്മാവിനെ പകരും. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യൗവനക്കാർ ദർശനങ്ങൾ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ദൈവദാസന്റെ മേൽ, ദൈവദാസികളുടെ മേൽ ആത്മാവിനെ പകരുമെന്ന് യോവേൽ പ്രവാചകൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആത്മാവിന്റെ ശക്തി പ്രാപിച്ചവർ പ്രവചിക്കും, ആത്മാവിന്റെ ശക്തി പ്രാപിച്ചവർ പ്രസംഗിക്കും. അത് ക്രിസ്തുവിൽ ആണെന്നുമില്ല, ക്രിസ്തുവിൽ പെണ്ണെന്നുമില്ല. കർത്താവിന് ആരെ കൊണ്ട് ഉപയോഗിക്കുവാൻ പറ്റും? കെക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയായ ഫേബ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് വന്ദനം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷക്കാരത്തിയായ ഫേബ, ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഫേബ, ഇന്നെന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, കർത്താവിന് നിന്നെ ഉപയോഗിക്കുവാൻ പദ്ധതിയുണ്ട്, നിന്നെ ശക്തീകരിക്കുവാൻ പദ്ധതിയുണ്ട്. നിന്നെ ബലപ്പെടുത്തുവാൻ കർത്താവിന് പദ്ധതിയുണ്ട്. കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ ആർ നിൽക്കുന്നുവോ, കർത്താവിന്റെ നാമത്തെ ആർ ഉയർത്തുന്നുവോ, കർത്താവിന്റെ സന്നിധിയിൽ ആരാശ്രയിക്കുന്നുവോ, അവരുടെ തലമുറകൾ 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 അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടയായിത്തീരും. എത്ര മക്കൾ ഏറ്റെടുക്കുവാൻ തയ്യാറുണ്ട്? യോശുവയും തന്റെ ജനറേഷനും കാലേബും തന്റെ ജനറേഷനും വാഗ്ദത്ത ദേശത്ത് കാൽ ചവിട്ടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. വിശ്വാസമുള്ള ദൈവ പൈതൽ, കർത്താവിൽ ആശ്രയം വെച്ചിരിക്കുന്ന ദൈവ പൈതൽ വാഗ്ദത്തങ്ങളെ കൈവശമാക്കും. എത്ര മക്കൾ ഏറ്റെടുക്കുവാൻ തയ്യാറുണ്ട്? വാഗ്ദത്തങ്ങളെ നീ അവകാശമാക്കും. വാഗ്ദത്ത ദേശത്ത് നീ കാല് ചവിട്ടും. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളെ നീ പ്രാപിക്കും. കാരണം നീ ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്നത് കൊണ്ട് മരുഭൂമിയിൽ നിന്നെ പട്ടുപോകാതെ കർത്താവ് നിന്നെ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നമുക്ക് വേണ്ടി ഒരു കാനാൻ ദേശം ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ഒരു സ്വർഗീയ കാനാൻ ദേശം ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ഈ മരുഭൂമിയില് നീ കർത്താവിന് വേണ്ടി നിന്നോണം, കർത്താവിന്റെ നാമത്തെ ഉയർത്തിക്കോണം, യേശുവിനെ ആശ്രയിച്ചോണം. കർത്താവ് നിന്നെ കൈവിടത്തില്ല, നിന്റെ കുടുംബത്തെ കൈവിടത്തില്ല. തലമുറ തലമുറ തലമുറയായി കർത്താവ് മാനിക്കും.
ആ സ്വർഗീയ കനാൻ ദേശത്ത് നീ കാലു ചവിട്ടും. ഈ ദേശത്തിലെ അനുഗ്രഹം മാത്രമല്ല, ഈ ലോകത്തിലെ അനുഗ്രഹം മാത്രമല്ല, ആ സ്വർഗീയ കാനാൻ ദേശത്തും കാൽ ചവിട്ടുവാൻ സ്വർഗത്തിലെ ദൈവം നിന്റെ കൂടെ ഇരിക്കും. കർത്താവിൽ ആശ്രയം വെച്ചിരിക്കുന്ന ദൈവ പൈതൽ, കർത്താവിൽ വിശ്വാസം വെച്ചിരിക്കുന്ന ദൈവ പൈതൽ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. വിളിച്ചു പറ, എന്റെ കർത്താവിന്റെ കൂടെയുണ്ട്. ഞാൻ ആശ വെച്ചിരിക്കുന്നു. എന്റെ കർത്താവിനെ വിടുവിക്കും, വിടുവിക്കുക തന്നെ ചെയ്യും, മേലാലും വിടുവിക്കും. ഹല്ലേലൂയ. എത്ര മക്കൾ പ്രത്യാശയോടെ ഉണ്ട്, എത്ര മക്കൾ ധൈര്യത്തോടെയുണ്ട്, എത്ര മക്കൾ കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ സ്വർഗീയ കനാൻ ദേശം എത്തുന്നതുവരെയും കർത്താവ് നിന്നെ കൈവിടത്തില്ല. ഈ മരുഭൂമിയിൽ പട്ടുപോകുവാൻ കർത്താവ് നിന്നെ സമ്മതിക്കത്തില്ല. നിന്റെ തലമുറ ഒരു അപമാന വിഷയമാകുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. നിന്റെ പേഴ്സണൽ ലൈഫിനെ മാനിച്ചുയർത്തി കർത്താവ് നിന്നെ നടത്തും. ഈ മരുഭൂമിയിൽ അവന്റെ കാൽച്ചൂടുകളിൽ തന്നെ നടന്നോണം. യേശപ്പച്ചനിൽ തന്നെ ആശ്രയം വെച്ചോണം. യേശപ്പച്ചന്റെ കൈകളെ മുറുകെ പിടിച്ചോണം. യേശപ്പച്ചനോട് കൂടെ നടന്നോണം. ആ സ്വർഗീയ കാണാൻ ദേശം എത്തുന്നത് വരെയും കർത്താവ് നിന്നെ കൈവിടത്തില്ല, നിന്നെ ഉപേക്ഷിക്കത്തില്ല. എല്ലാവരും നേൽപ്പിച്ചു കൊടുത്താട്ടെ. എല്ലാരും യേശപ്പച്ചന്റെ സന്നിധിയിലേക്ക് നേൽപ്പിച്ചു കൊടുത്താട്ടെ. ഉടമ ശന്തൽ കനാദന റിഗമന ഘടകച്ചാര മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ? കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർന്നിടുക. ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ? ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ? മരുഭൂപ്രയാണത്തിൽ നിനക്ക് ചാരിടുവാൻ ഒരു നല്ല നായകൻ യേശുവുണ്ട്. നിന്നെ കൈവിടാത്ത ദൈവം. ആ കർത്താവ് നിന്നെ സഹായിച്ചു വഴി നടത്തും. ആ കർത്താവ് നിന്നെ പരിപാലിച്ചു വഴി നടത്തും. ആ കർത്താവിന്റെ കരം നിന്നോട് കൂടെയുണ്ട്. ഇതുവരെ കാണാത്ത ചില ദൈവ പ്രവർത്തികൾ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണാൻ പോവുക. എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഓ റിബ ഷത്ത റിക മാന ഷത്തല റികമന ഘടക. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഓരോ മക്കളുടെ ജീവിതത്തിലും വെളിപ്പെട്ടു വരട്ടെ. ചില മക്കളുടെ ജീവിതത്തിൽ ഭാവിയുടെ വഴികൾ തുറക്കപ്പെട്ടു വരാൻ പോവുക. ഓ റിബാലബ ശന്തൽപ്രോട ചില പുതിയ വഴികൾ തുറക്കപ്പെട്ടു വരാൻ പോവുക. ഈ വർഷത്തില് ഉടബല ശന്തൽപ്രോട കൊറോണ ഒരു ഭാഗത്തുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പലവിധമായ യുദ്ധങ്ങൾ ഒരു ഭാഗത്തുണ്ടായിരിക്കാം. പക്ഷേ നിനക്ക് ദൈവം ഹല്ലേലൂയ തരാനിരിക്കുന്ന നന്മ അത് തടസ്സമാകത്തില്ല. നീ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ, കർത്താവിൽ ആശ്രയം വെച്ചിരിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ, കർത്താവ് നിനക്ക് വേണ്ടി ചില നന്മകൾ തുറക്കും. മിസ്രൈം മുഴുവൻ ക്ഷാമമുണ്ടായി, പക്ഷെ യോസെഫിന്റെ പണ്ടികശാല മാത്രം തുറന്നു. ഓ ഗ്ലോറി ടു ഗോഡ്. യോസെഫിന്റെ പണ്ടികശാല മാത്രം ഹല്ലേലൂയ ശൂന്യമായില്ല, നിറഞ്ഞു കവിഞ്ഞു. അനേക ജനങ്ങൾക്ക് യോസെഫ് അനുഗ്രഹമായി മാറി. ലോകത്ത് ക്ഷാമമുണ്ടാകട്ടെ, യുദ്ധമുണ്ടാകട്ടെ, മഹാമാരി ഉണ്ടാകട്ടെ, നിന്റെ പണ്ടികശാലകൾ തുറക്കപ്പെടും. നീ ഒരു അനുഗ്രഹമായി മാറും. നിന്റെ കുടുംബം ഒരു അനുഗ്രഹമായി മാറും. കർത്താവെ, ജോലിയില്ലാത്ത മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു, ജോലി കൊടുക്കണമേ. എക്സാം കർത്താവെ എഴുതുന്ന മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു, എക്സാമിൽ ഒരു ജയത്തെ കൊടുക്കണമേ. ശാരീരികമായിരിക്കുന്ന അസ്വസ്ഥതകളാൽ ഭാരപ്പെടുന്ന മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു, സൗഖ്യമുണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. പ്രാർത്ഥിക്കുവാൻ പറ്റാതെ, കർത്താവെ വചനം ധ്യാനിക്കുവാൻ പറ്റാതെ കെട്ടപ്പെട്ട മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ. ആത്മീയമായ ഉടവല ശതല മണ്ഡലത്തിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. പ്രാർത്ഥനയില് ഉടവല വർദ്ധിച്ചു വരുവാൻ, അഭിഷേകത്തിന്റെ ശക്തിയിൽ ബലപ്പെടുവാൻ, വചനം ധ്യാനിക്കുവാൻ, ആത്മാവിൽ വളരുവാൻ ഒരു പുതിയ അഭിഷേകത്തിന്റെ ശക്തി മക്കളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഉടവല ശന്തൽ പ്രൗഢ റികമന ഘടകച്ചാര. ഓ ഗ്ലോറി ടു ഗോഡ്. കർത്താവ് നിന്നെ നടത്തും, നിന്നെ പരിപാലിക്കും. ബ്രൈറ്റ് ഫ്യൂച്ചർ നിനക്ക് ദൈവം തരാൻ പോവുക. ഗോഡ് വിൽ ഗിവ് യു ബ്രൈറ്റ് ഫ്യൂച്ചർ. ഹല്ലേലൂയ. ചില മക്കളോട് കർത്താവ് വിളിച്ചു പറയാൻ എന്നോട് പറയുന്നത് കൊണ്ട് ഞാൻ പറയുക, ഗോഡ് വിൽ ഗിവ് യു ബ്രൈറ്റ് ഫ്യൂച്ചർ. മധ്യാഹ്നത്തിലെ സൂര്യനെ പോലെ കർത്താവ് നിന്റെ ജീവിതത്തെ മാറ്റാൻ പോവുക. ഉടവ രകൾ പ്രൗഢവ ശന്തൽ പ്രൗഢവ. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത്
കർത്താവ് നിനക്ക് ചെങ്കടലിൽ കൂടെ വഴിയൊരുക്കും. ഓ വാഗ്ദത്ത ദേശത്തിൽ നീ കാലു ചവിട്ടും. നീ പ്രതികൂലങ്ങളെ ചവിട്ടി കടന്നുകൊണ്ട് മുന്നോട്ട് പോകും. നീ ഒരു ജയത്തോടെ മുന്നോട്ട് പോകാൻ പോകുക. OET എക്സാമിൽ ഒരു ജയം കൊടുക്കണമേ. എല്ലാ എക്സാമുകളുടെ മേലൊരു ജയം കൊടുക്കണമേ. കർത്താവിന്റെ കരം ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ചില മക്കളുടെ കണ്ണുനീരിന്റെ അനുഭവങ്ങളെ കർത്താവ് സന്തോഷമാക്കി മാറ്റുവാൻ പോകുക. ഉടബല പർവ്വതം പോലെ ചില മക്കളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ കർത്താവ് സമഭൂമിയാക്കി മാറ്റാൻ പോകുക. ഉടബല ശന്തർപ്പുറയുടെ തലമുറ ഇല്ലാതെ ഭാരപ്പെടുന്ന ഒരു ഫാമിലിക്ക് ദൈവം തലമുറയെ കൊടുക്കുമെന്ന് ദൈവാത്മാവ് ആലോചന പറയുന്നു. യെസ്, അൽക്കവന ദുരാമന ശബ്ദൽക്കനാദന പ്രൗച്ഛസ്യാര അർത്ഥപ്രൗഢ റികൽപ്രൗഢ ശബ്ദല വിവാഹത്തിനായി പ്രാർത്ഥിക്കുന്ന ഉടബല ചില മക്കൾക്ക് വിവാഹത്തിന്റെ വഴികൾ തുറക്കപ്പെടും. അനുഗ്രഹിക്കപ്പെട്ട ലൈഫിലേക്ക് ദൈവം നടത്തുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ഉടവാ രഗൽ പ്രൗഢ ശബ്ദൽ പ്രൗഢമ ഉടാ രഗൽ കനാദന പ്രൗച്ഛസ്യ ചില മക്കളുടെ അതിരുകളെ കർത്താവ് വിശാലപ്പെടുത്തുവാൻ പോകുകയാണ്. ഉടബല ശബ്ദൽ പ്രൗഢ അന്തന രഗൽ പ്രൗഢ ശബ്ദൽ കമാന റികബനക നിനക്ക് വിരോധമായി നിൽക്കുന്ന ചില എതിരികൾ, ചില ശത്രുക്കൾ, നിനക്ക് പാരയായിട്ട് നിൽക്കുന്നവർ, അങ്ങനെയാ ദൈവം പറയുന്നത്. നമുക്ക് അങ്ങനെ പറഞ്ഞാൽ മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിലായിക്കോളും. ഹല്ലേലൂയ. നമുക്ക് പാരയായിട്ട് നിൽക്കുന്നവർ ദൈവം എടുത്തു മാറ്റും. നിനക്ക് വിരോധമായി കടന്നു വരുന്ന ഒരായുധവും അത് ഫലിക്കത്തില്ല. നീ ജീവനോടിരിക്കുന്ന കാലത്ത് ഒരുവനും നിന്റെ മുമ്പിൽ എതിർത്ത് നിൽക്കത്തില്ല. ദൈവാത്മാവ് ദൂത് പറയുക. ചില മക്കളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ അത് വഴിമാറുകയാണ്. ഓ ഗ്ലോറി ടു ഗോഡ്. നിന്റെ ദൈവത്തിന്റെ കരം മക്കളുടെ ജീവിതത്തിൽ അത് വെളിപ്പെട്ടു വരട്ടെ. ഇപ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരട്ടെ. ആത്മാവിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി മക്കളുടെ ജീവിതത്തിൽ അത് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ നിന്റെ കരം ചലിക്കണമേ. കർത്താവ് ഞങ്ങളെ വിടുവിച്ചു, ഇനിയും വിടുവിക്കും, മേലാലും വിടുവിക്കുക തന്നെ ചെയ്യും. ആ പ്രത്യാശയോടെ, ആ ആശയോടെ, ആ വിശ്വാസത്തോടെ, കർത്താവിന്റെ കൂടെയുണ്ടെന്നുള്ള ബലത്തോടെ മുന്നോട്ട് സ്റ്റെപ്പുകൾ വെക്കുക. കർത്താവ് നിന്നെ സഹായിച്ചുമായി നടത്തും. ഹാലി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് എല്ലാ മക്കളെയും ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും ബലപ്പെടുത്തണമേ. കർത്താവ് വചനം കേട്ട ഓരോ മക്കളെയും കർത്താവ് ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം, ശക്തീകരിക്കുന്നതിനായി സ്തോത്രം. ഒരു വലിയ ദൈവപ്രവൃത്തി ഈ നാളുകളിൽ മക്കൾ കാണുവാൻ കർത്താവ് സഹായിക്കണം. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ യേശുവിന്റെ കരം ചലിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ കരം പ്രവർത്തിക്കണമേ. അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ദൈവമായിരിക്കുന്ന കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ക്രിസ്തുവിൽ ആശ വെച്ചുകൊണ്ട്, ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഓരോ മക്കളെയും ദൈവം ഇനിയും സഹായിക്കട്ടെ. വിളിച്ചു പറയണം, കർത്താവ് ഞങ്ങളെ വിടുവിക്കുക തന്നെ ചെയ്യും, മേലാലും ഞങ്ങളെ വിടുവിക്കും. ഹല്ലേലൂയ. കർത്താവ് കൂടെയുണ്ട്. ധൈര്യത്തോടെ മുന്നോട്ട് പോകുക. ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. വിളിച്ചാൽ ഞാൻ പ്രാർത്ഥിക്കാം. ഇല്ല എങ്കിൽ മെസ്സേജ് അയക്കുക. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവത്തിന്റെ കൃപയാൽ തരുന്നതായിരിക്കും. എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദർ മാരേജ് നടക്കാൻ ഞാൻ പ്രാർത്ഥിക്കും. ദൈവാത്മാവെന്ന് ദൂത് പറഞ്ഞല്ലോ. ചില വിവാഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നവർ വിവാഹം ഒരുക്കപ്പെടുമെന്ന് പറഞ്ഞല്ലോ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ദൈവം അത്ഭുതം ചെയ്യും. ആമേൻ, ആമേൻ.